കഴിഞ്ഞ മാസങ്ങളിൽ രേണു അഭിനയിച്ച ആൽബങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് വ്യാപകമായ പരിഹാസം രേണുവിന് നേരിടേണ്ടി വന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ വിഷുവിനോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഷൂട്ടാണ് കൂടുതൽ പ്രശ്നമായത്. ഇത്തരത്തിൽ രേണുവിന് നേരെ വരുന്ന അതിക്രമങ്ങളിലും പ്രതികരിച്ചും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും നിരവധി പേരെത്തി. അവരിൽ വിനീത കുട്ടഞ്ചേരി എഴുതിയ കുറിപ്പും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വെറുതെ ഇരുന്ന നേരത്താണ് വല്ല സിനിമയും കാണാമെന്ന് കരുതി യൂട്യൂബിൽ കയറിയത്. രേണുസുധിയുടെ പൊക്കിള്, രേണുസുധിയുടെ പാവാട, രേണുസുധിയുടെ മറ്റേത്, ചിച്ചിച്ച് ഇതൊക്കെ ശരിയാണോടെ തുടങ്ങിയ കുലീനരായ സദ്ഗുണ സമ്പന്നരായ സൽസ്വഭാവികളായ സദാചാര കാവൽമാലാഖകളും സണ്ണിയുലിൻ്റെ ആരാധകരുമായ കേമപ്പെട്ട യൂട്യൂബർമാർ മുതൽ പൃഷ്ഠത്തിൽ സ്വർണം കടത്തുന്ന ജോലി ചെയ്തിരുന്ന സ്വപ്ന സുരേഷ് വരെ രേണുസുധീനെ വലിച്ചു കീറി തേച്ചൊട്ടിച്ച് വച്ചിരിക്കുന്നു. നമ്മുടെ നയൻതാര, ബിരിയാണിയിലെ കന്നി കുസൃതി തുടങ്ങിയവരെ ഞാൻ കണ്ടിട്ടുള്ള എത്രയോ മലയാളം, ഹിന്ദി, തമിഴ് സിനിമാ താരങ്ങൾ മുലയും വയറും പൊക്കിളും കുണ്ടിയുമൊക്കെ കാണിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത മതിയിളക്കം എന്താപ്പാ ഇപ്പം ഞാൻ ആലോചിച്ചത്. അതൊക്കെ സിനിമയിലല്ലേ, അഭിനയമല്ലേ എന്ന് ചോദിച്ച സാറുമാരെ അപ്പോഴൊന്നും ഇല്ലാത്ത സദാചാരവും സന്മാർഗവും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇപ്പോൾ എവിടെ നിന്നാവോ പുതിയതായി മുളച്ചത്. അല്ല, എനിക്ക് നിങ്ങളുടെ അത്രയും വലിയ പൊതുബോധം ഇല്ലാത്തത് കൊണ്ടാവാം ഈ വക സാധനങ്ങൾ കാണുമ്പോഴും പൊട്ടാൻ മാത്രമുള്ള ഈ വക മനുഷ്യന്മാരുടെ വികാര വേലിയേറ്റങ്ങൾക്കുള്ളൂ എന്ന് ഞാൻ ഓർത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും മുതൽ 60ഉം 70ഉം വയസ്സുള്ള അമ്മൂമ്മമാർ വരെ ബലാത്സംഗത്തിന് ഇരയാകുന്നു കുറ്റം പറയാനില്ലേ? കുരുന്നുടലുകളും തൂങ്ങിയ മുലകളും കണ്ടാൽ പോലും അടക്കി നിർത്താൻ പറ്റാത്ത തൃഷ്ണയുള്ളവരുടെ കാലത്ത് രേണുസുധി യാതൊരുവിധ സാമൂഹ്യദ്രോഹവും ചെയ്യുന്നില്ല. മനുഷ്യരെ, ചെയ്യുന്നത് യൂട്യൂബിൽ കിടന്നലർന്ന നിങ്ങളാണ്. മറ്റൊരു വ്യക്തിയുടെയും സ്വകാര്യ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും അവർക്ക് അവകാശമുള്ളപ്പോൾ ജീവിക്കാൻ അനുവദിക്കാത്തതെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്തുന്നെന്ന ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു പെണ്ണിൻ്റെയും മുലയിലോ വയറിലോ കുണ്ടിയിലോ അല്ല സദാചാരം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമൂഹ്യ ബോധം പോലും ഇല്ലാത്തവരെ, ഇതൊന്നും കണ്ടാൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ലെന്ന് കരുതി പൊട്ടാനുള്ള മനക്കരുത്തുമില്ലാത്ത നിങ്ങളുടെയൊക്കെ ഞെട്ടില്ലേ മൂലത്തിൽ കമ്പി കയറ്റി ചുടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇല്ലേലും വിധവ്യല്ലേ തള്ളയോ അടങ്ങിയിരിക്കി എന്നൊരുത്തൻ യൂട്യൂബ് പൊട്ടുമാർ ഉച്ചത്തിൽ അലറുന്നുണ്ട്. സത്യം പറയാലോ, ഞാൻ പേടിച്ചുപോയി. അന്യൻ്റെ ജീവിതത്തിലേക്ക് തുറന്നു വെച്ച കണ്ണും കാതും കൊണ്ട് ജീവിക്കുന്ന ഈ അപൂർവ ജീവികൾക്ക് സമൂഹത്തിൽ നടക്കുന്ന വേറൊരു അനീതിയും വേറൊരു അതിക്രമവും കാണാനില്ലേ ആവോ? അന്യൻ്റെ ജീവിതം കാർന്നു തിന്നുന്ന ഈ പട്ടാള പുഴുക്കളെ പേടിച്ച് അവർ വാതിലടച്ച് പുറത്തിറങ്ങാതെ ഇരുന്നാലേ കരഞ്ഞാൽ ഇവൾക്ക് സമാധാനം ആവോ? ഒരു വീഡിയോയിൽ ഇതിനെല്ലാം അവർ മറുപടി പറയുന്നത് കേട്ട് നല്ല മധുരമായ സ്ഫുടതയുള്ള ഉറച്ച ശബ്ദത്തിൽ നിശ്ചയദാർഢ്യത്തോടുള്ള നട്ടലിലുള്ള മറുപടി. രേണുവിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് പെണ്ണെ, നിലനിൽപ്പിനായി പൊരുതുന്നതിനിടെ പാത്തിരിക്കുന്ന ചെന്നായ്ക്കൾക്ക് പിടികൊടുക്കാതെ ജീവിക്കുക. ഞങ്ങൾ പോയി ക്ലാഡിയുടെ കുണ്ടിയുടെ പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വാവ് ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞാണ് വിനീത കുറുപ്പിൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.